ശബരിമല അയ്യന്റെ പൊന്നുകെട്ട സർക്കാർ അത് മറയ്ക്കാൻ ചർച്ച വഴിമാറ്റാൻ പലതും ചെയ്യും. ശ്രീ വിജയൻ തൊട്ട് ശ്രീ ചിത്തരഞ്ജൻ വരെ ആഭാസ പ്രസംഗങ്ങളുമായി വരും. സമരങ്ങളെ അടിച്ചമർത്തും. മറ്റ് പ്രസക്തിയില്ലാത്ത വിവാദ പരാമർശങ്ങളുമായി പൊന്നുകെട്ട പങ്കുപറ്റിയ പ്രമുഖർ വരും. സിനിമാ ലോകത്തെ വിവാദങ്ങൾ വരും. കായിക ലഹളകൾ വരും. ഇടതുപക്ഷത്തെ പ്ലാൻഡ് പൊട്ടിത്തെറികൾ വരും. കൗതുക വാർത്തകൾ വരും. സർക്കാർ ഗവർണർ വ്യാജ ഏറ്റുമുട്ടൽ വരും. അങ്ങനെ എന്തൊക്കെ വന്നാലും, ഇനി ഭൂമി ആകെ പിളർന്നാലും, ഞങ്ങൾ വിശ്വാസികളും അല്ലാത്തവരുമായി മനുഷ്യർ അതിനു പിന്നാലെ പോകാതെ വീണ്ടും വീണ്ടും ചോദിച്ചു കൊണ്ടേയിരിക്കും, അയ്യന്റെ സ്വർണത്തിൽ പൊതിഞ്ഞ പാളികൾ എവിടെ, അമ്പലം വിഴുങ്ങി സർക്കാരെ എന്ന്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു പങ്കുവെച്ച ഒരു കുറിപ്പാണ് ഞാൻ വായിച്ചത്. അതായത് ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ ദ്വാരക പാളികൾ, അതിലെ സ്വർണം കൊള്ളയടിച്ചതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങളും വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഇങ്ങനെ കടുപ്പിച്ച് മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടത്. നിയമസഭയിലടക്കം നിയമസഭയുടെ എല്ലാം തടസ്സപ്പെടുത്തിക്കൊണ്ട് നിയമസഭയിൽ വലിയ തോതിലുള്ള പ്രതിഷേധം നിയമസഭക്കകത്ത് പ്രതിപക്ഷം ഉയർത്തുന്നതും നമ്മൾ കാണുകയാണ്. ഈ അവസരത്തിൽ വളരെ വ്യത്യസ്തമായ രണ്ട് കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഒന്ന്, തൈക്കണ്ടി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള, കേരളം കണ്ട ഏറ്റവും വൃത്തികെട്ട കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള പിണറായി വിജയന്റെ ഒരു പരാമർശമാണ്. എട്ടുകാൽ മുക്കാൽ എട്ടിട്ട് പോലെയുള്ള ശരീരഭാഷയുള്ള എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രതിപക്ഷ അംഗത്തെ അയാളുടെ ഫിസിക്കൽ അപ്പിയറൻസ് വെച്ചുകൊണ്ട് അയാളെ പരിഹസിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന പിണറായി വിജയനെ നമ്മൾ കണ്ടു. ശബരിമലയിലെ സ്വർണം കട്ടവരെ കുറിച്ച് ചോദിച്ചപ്പോൾ ഈ പറയുന്ന പിണറായി വിജയന്റെ മറുപടി എട്ടുമുക്കാൽ അടിയിട്ട പോലെയുള്ള എന്നുള്ളതായിരുന്നു. എന്ന് പറഞ്ഞാൽ ശബരിമലയിലെ സ്വർണം എവിടെ വിജയ എന്ന് ചോദിക്കുമ്പോ അതിന് മറുപടി ഇല്ലാതെ വരുമ്പോ, ആ ചോദ്യത്തിന് മുന്നിൽ ഉത്തരം മുട്ടുമ്പോ ഈ പറയുന്ന പിണറായി വിജയൻ മറ്റൊരു ചർച്ച ഉണ്ടാക്കിയെടുക്കുവാനുള്ള ഒരു പരിശ്രമത്തിലാണ്. ആ ചർച്ചകൾ ഉണ്ടാവുകയും ചെയ്തു കേട്ടോ. കേരളത്തിന്റെ സമൂഹ മാധ്യമങ്ങളിലും സാമൂഹിക അന്തരീക്ഷത്തിലും ഒക്കെ ഇത്തരത്തിൽ ഒരു വ്യക്തിയെ അയാളുടെ ഫിസിക്കൽ അപ്പിയറൻസ് വെച്ച് അധിക്ഷേപിക്കുന്ന തരത്തിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ തൈക്കണ്ടി വിജയൻ നെറികെട്ട നാണംകെട്ട ഏർപ്പാട് ചെയ്തപ്പോൾ അത് ചർച്ചയായി. ആ ചർച്ച ഒന്നുകൂടി കൊടുമ്പിരി കൊള്ളണം, ആ ചർച്ച മാത്രമേ ഉണ്ടാകാവൂ എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് മനഃപൂർവ്വമായിട്ട് അത്തരത്തിലുള്ള അധിക്ഷേപം പിണറായി വിജയൻ നടത്തിയത്. എന്തിനാ? എവിടെ വിജയ ഈ അയ്യപ്പന്റെ സ്വർണം കട്ട ആളുകൾ എവിടെ എന്ന് ചോദിച്ചപ്പോൾ, അയ്യപ്പന്റെ സ്വർണം എവിടെ എന്ന് ചോദിക്കുമ്പോ അതിന് ഉത്തരം പറയാൻ കഴിയാതെ വരുമ്പോ ഈ തൈക്കണ്ടി വിജയൻ നടത്തുന്ന ഈ കോപ്രായങ്ങൾ, അതിന് ബെഞ്ചിലടിച്ച് പ്രോത്സാഹിപ്പിച്ച് അതിന് കൈയടിക്കാൻ കുറെ ഏറാമൂലികൾ പിന്നിലിരിക്കുന്നുമുണ്ട്. അത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് രാജാവ് ചെയ്ത അതേ നാണയത്തിൽ രാജാവിന്റെ പ്രവൃത്തിയേക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കുന്ന പ്രവൃത്തി രാജാവിന്റെ അടിമയായിട്ടുള്ള ചന്തിരഞ്ജൻ നടത്തി. ഇതും നിയമസഭക്ക് അകത്ത് തന്നെയാണ് നമ്മൾ കണ്ടത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് ഇതൊക്കെ നടത്തുന്നത്? ഈ സ്വർണം എവിടെ എന്നുള്ള ചോദ്യങ്ങൾ ആവർത്തിച്ച് ഉയരുകയും അതിനെക്കുറിച്ച് മറുപടി കിട്ടാതെയാവുമ്പോ നിയമസഭക്കകത്ത് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുകയും ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള അപഹാസ്യമായ പരിഹാസപൂർണമായ എല്ലാം തികഞ്ഞവനാണ് ഞാൻ എന്നുള്ള ധാർഷ്ട്യത്തോടു കൂടിയുള്ള ഈ തൈക്കണ്ടി വിജയന്റെ ഈ പരാമർശവും അതിന് കുടപിടിക്കുന്ന രീതിയിൽ ചന്തിരഞ്ജന്റെ മറ്റൊരു പരാമർശവും. എന്തിനു വേണ്ടിയിട്ടാ മനഃപൂർവ്വം ഇത്തരത്തിൽ പരാമർശങ്ങൾ നടത്തി വിവാദങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്? അത് ഈ ശബരിമലയിലെ അയ്യപ്പന്റെ പൊന്ന് എവിടടാ വിജയ എന്ന് മുഖത്ത് നോക്കി ആൺകുട്ടികൾ ചോദിക്കുമ്പോ അതിന് ഉത്തരം കിട്ടാതെ വരുമ്പോ ഇത്തരത്തിലുള്ള പല പരിപാടികളും പിണറായി വിജയനും പിണറായി വിജയന്റെ അടിമകളും നടത്തുമെന്ന് പറഞ്ഞു വെക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. യെസ്, ഓഫ് കോഴ്സ്, രാഹുൽ പറഞ്ഞത് വളരെ കറക്റ്റ് അല്ലേ? തീർച്ചയായിട്ടും രാഹുൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ കറക്റ്റാണ്. കാരണം ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഉത്തരം മുട്ടുമ്പോൾ ഈ ചർച്ചകളെ, ഈ പ്രതിഷേധങ്ങളെ, ഇതിനെയൊക്കെ മറച്ചു പിടിക്കാൻ ഇതിനേക്കാൾ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അതിന്റെ ഭാഗമല്ലേ നജീബ് കാന്തപുരത്തിനെതിരെ ഇത്തരത്തിലൊരു പരിഹാസപൂർണമായ ഒരു ആക്ഷേപം നടത്തിയത് ഈ തൈക്കണ്ടി വിജയൻ. അതിനപ്പുറത്തേക്ക് ഇന്നലെ തൈക്കണ്ടി വിജയന്റെ അടിമ മറ്റൊന്നുകൂടി കേരളത്തിലെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ
അംഗപരിമിതരായിട്ടുള്ള സമൂഹത്തിൽപ്പെടുന്ന ആളുകളെ ഒന്നടങ്കം അധിക്ഷേപിക്കുന്ന രീതിയിൽ അടിമ മറ്റൊരു കുഴലോത്ത് നടത്തുന്നു എന്ന് പറഞ്ഞാൽ രാജാവിനെ രക്ഷിച്ചെടുക്കുവാനുള്ള തത്രപ്പാടിലാണ്. രാജാവ് എന്താണെങ്കിലും രക്ഷപ്പെടാനുള്ള വഴി തേടിയിട്ട് നരേന്ദ്രമോദിയെയും അമിത്ഷായെയും JP നദ്ദയെയും നിതിൻ ഗഡ്കരിയും ഒക്കെ കാണാൻ വേണ്ടി എവിടെ പോയിരിക്കുകയാണ്? ഡൽഹിയിൽ പോയിരിക്കുകയാണ്. ഡൽഹിയിൽ കൂട്ടിന് മരുമോനുമുണ്ട്. മരുമോൻ എന്തിനാ കൂടെ കൂട്ടിയിരിക്കുന്നത്? മരുമോനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയണം, എന്റെ മകളെ കെട്ടിയിരിക്കുന്നതാണ്, മകളെയും രക്ഷിക്കണമെന്ന് ഈ പറയുന്ന RSSകാരെ കണ്ട് അവരുടെ കാലിൽ വീണുകൊണ്ട് അപേക്ഷിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളെ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയനും കൂട്ടരും ഇത്തരത്തിലുള്ള ആഭാസത്തരങ്ങൾ ചെയ്തു കൂട്ടാൻ മടിക്കില്ല എന്നാണ് രാഹുലിന്റെ മറുപടി. എന്താണെങ്കിലും ഈ ഒരു അവസരത്തില് രാഹുൽ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയകളിലൂടെ പ്രതിഷേധങ്ങളുമായി മുന്നിൽ വരുമ്പോൾ നമ്മള് അയാളെ വല്ലാതെ മിസ് ചെയ്യുകയാണ്. കേരളത്തിന്റെ നിയമസഭയിൽ അയാൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ പറയുന്ന വാക്കുകളൊക്കെ പിണറായി വിജയന്റെ മുഖത്ത് നോക്കി കൈ ചൂണ്ടിക്കൊണ്ട് തന്നെ പറയാൻ ആർജവമുള്ള ഒരു ആൺകുട്ടി അവിടെ ഉണ്ടാകുമായിരുന്നു. വേറെയും ആളുകൾ പറയുന്നുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് അവരുടെയൊക്കെ മുൻപന്തിയിൽ നിൽക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായേനെ എന്നുള്ള കാര്യം അത് വലിയ ഒരു നഷ്ടമായി തന്നെ നിലനിൽക്കുകയാണ്. ഇത്തരത്തിലുള്ള ഈ അമ്പലം വിഴുങ്ങികൾ ഇന്നിപ്പോ വിജിലൻസ് റിപ്പോർട്ട് വരാനിരിക്കുകയാണ്. ഹൈക്കോടതിയിൽ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് വരാനിരിക്കുകയാണ്. അപ്പോ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. ഈ സ്വർണം അടിച്ചു മാറ്റിയതുമായി ബന്ധപ്പെട്ട ഒരുപാടധികം കാര്യങ്ങൾ വരാനുണ്ട്. രാഹുൽ മാങ്കൂട്ടം എന്താണെങ്കിലും ഇപ്പോൾ കുറച്ചു ദിവസമായിട്ട് വളരെ സജീവമായിക്കൊണ്ട് തന്നെ കേരളത്തിന്റെ പൊതു രാഷ്ട്രീയ മണ്ഡലത്തിൽ സജീവമായി നിൽക്കുന്നതും നമ്മൾ കാണുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം ഈ ദേവസ്വം ബോർഡ് ഓഫീസിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ചുമായി ബന്ധപ്പെട്ട് സന്ദീപ് വാര്യർ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതിൽ അവരെ ജയിലിൽ പോയി സന്ദർശിക്കുകയും അത് കഴിഞ്ഞ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്ന രാഹുലിനെയും നമ്മൾ കണ്ടു. അങ്ങനെ രാഹുൽ വളരെ സജീവമാവുകയാണ് രാഷ്ട്രീയത്തിൽ. ഒന്നുകൂടി സജീവമായി തന്റെ പ്രതാപകാലത്തേക്ക് തിരിച്ചെത്താൻ രാഹുലിന് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുക. കാരണം ഈ നിയമസഭയിൽ നടക്കുന്ന പ്രതിഷേധങ്ങളിലൊക്കെ രാഹുലിന്റെ ഒരു വിടവ് നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്ന് തന്നെയാണ്. എന്താണെങ്കിലും ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ സ്വർണങ്ങൾ കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരാൾക്കും തർക്കമില്ല. ഈ കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൊണ്ട് തനിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. ഇത് ഒരു ഗ്രാമോ അല്ലെങ്കിൽ ഒരു ആഭരണമോ പോക്കറ്റിലിട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സാധനങ്ങളോ ഒന്നുമല്ല. കിലോ കണക്കിന് സ്വർണങ്ങളാണ്, 30 കിലോയിലധികം വരുന്ന സ്വർണങ്ങളാണ് കൊള്ളയടിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോ ഈ സ്വർണങ്ങളൊക്കെ എവിടെ പോയി എന്നുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം മുട്ടി നിൽക്കുന്ന അമ്പലം വിഴുങ്ങികളായിട്ടുള്ള അന്തംഗമികളെയാണ് നമ്മൾ കാണുന്നത്. അത്തരത്തിൽ അന്തംഗമികൾ ഉത്തരം മുട്ടി നിൽക്കുമ്പോൾ അതിനെ മറച്ചു പിടിക്കാൻ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ, പരിഹാസങ്ങൾ, അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന പല വിവാദങ്ങളെയും ഉരുട്ടിക്കൊണ്ടുവരികയാണ്. എന്തിനധികം നമ്മളിപ്പോൾ സംശയിക്കേണ്ട രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. രാഹുൽ പറഞ്ഞ പോലെ തന്നെ സിനിമാ ലോകത്തെ വിവാദങ്ങൾ വരും. യെസ്, ദുൽഖർ സൽമാനും പൃഥ്വിരാജും മമ്മൂട്ടിയും അമിത് ചക്കാലക്കലും ഒക്കെ അടങ്ങുന്ന രീതിയിലുള്ള ഒരു വിദേശത്ത് നിന്ന് വാഹനങ്ങൾ കടത്തിക്കൊണ്ടുവന്നുള്ള രീതിയിൽ അങ്ങനെ ഒന്ന്. പിന്നെ മറ്റൊന്ന് സെൻസർ ബോർഡ് സിനിമയിലെ ബീഫ് ബിരിയാണി കഴിക്കുന്ന രംഗങ്ങൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സെൻസർ ബോർഡ് അത്തരത്തിൽ വിവാദങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇതൊക്കെ പ്ലാൻഡ് ആണ്, വെൽ പ്ലാൻഡ് ആയിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുകയാണ്. കാരണം ഈ ശബരിമല വിഷയത്തെ ഇതിൽ അത്തരത്തിലുള്ള വിവാദങ്ങളിൽ മുക്കിക്കളയാനുള്ള തത്രപ്പാടിലാണ് PR വർക്കുകൾ നടത്തുന്ന ഈ അന്തംഗമികൾ എന്നുള്ളതാണ്.